പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടാണ് എന്റെ കയ്യിലുള്ളത്. 2017 ഉണ്ടായിരുന്നതിനേക്കാളും 39% വളർച്ച. ഒരു കോടി ലാഭം പറഞ്ഞതിൽ നിന്നും 2019 ആകുമ്പോൾ 51% വളർച്ച CMRL രേഖപ്പെടുത്തിയത്. 51% വളർച്ച CMRLന്റെ ലാഭത്തിൽ ഉണ്ടായതായി ഔദ്യോഗിക കണക്ക്. അനൌദ്യോഗിക കണക്കുകളോടെ നിൽക്കട്ടെ. 2020 മാർച്ച് ആവുമ്പോൾ ലാഭത്തില് 70% വളർച്ച ഉണ്ടായതായിട്ട് പറയാം. 70%. 2019 നിന്നും 2020 എത്തുമ്പോ 70% വളർച്ച CMRL ഉണ്ടായി എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെ കമ്പനി ഏറ്റവും കൂടുതൽ ലാഭം അടുത്ത സമയത്ത് വെച്ചതെന്ന് പറയുന്നത് രണ്ടായിരത്തി 2022 6 കോടി ലാഭം ഉണ്ടെന്ന് പറഞ്ഞിരുന്ന കമ്പനി 2023 ആയപ്പോ 56 കോടിയിലേക്ക് മാറി. 56 കോടിയിലേക്ക്. ഞാൻ പറയുന്നത് ഇതിനു മുമ്പ് കമ്പനിയുടെ ആ മെമ്മോറാണ്ടത്തിലെ കൺസേൺ നിങ്ങൾ കണ്ടില്ലേ? കമ്പനിക്ക് എന്താ CMRL എന്താണ് ആവശ്യം കണ്ടില്ലേ? ഇവിടെ ഇൽമിനേറ്റ് അവൈലബിൾ അല്ലാത്തപ്പോ മൊസാംബിക്കിൽ നിന്നും ജപ്പാനിൽ നിന്നും UAE-യിൽ നിന്നും അതുപോലെ തന്നെ ചൈനയിൽ നിന്നും ഇൽമിനേറ്റ് ഇമ്പോർട്ട് ചെയ്ത് വർക്ക് ചെയ്തിരുന്ന കമ്പനിക്ക് കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഇത് അവൈലബിൾ ആക്കുന്നതിന് വേണ്ടിയിട്ടാണ് തോട്ടപ്പള്ളി സ്പിൽവേയിൽ നിന്നും ഖനനമല്ലാത്ത നിരക്കിൽ കേവലം മണ്ണ് നീക്കം ചെയ്യൽ എന്ന പേരിൽ ഇത്രമാത്രം ലക്ഷക്കണക്കിന് ടൺ മണ്ണ്. ഇനി കേരളത്തിലെ സാധാരണ ആളുകൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഒരു കണക്കേ പറയാം. കേരളത്തിലെ ഏറ്റവും സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ഒരു കണക്ക്. ഞാനിപ്പോ ഇവിടെ റേറ്റ് ഒക്കെ വായിച്ചത് നിങ്ങൾക്കൊന്ന് ഊഹിക്കാവോ? ഒരു ലോഡ് കരിമണൽ അവിടെ നിന്ന് പോയതിന് എത്ര രൂപ കൊടുത്തിട്ടുണ്ടാവും? നമ്മൾ സാധാരണ ഒരു ടിപ്പർ ലോറിയിൽ നിങ്ങൾ കണക്കൂട്ടുക. ടിപ്പർ ലോറിയിൽ ഒരു ലോഡ് കരിമണൽ കൊണ്ടുപോയതിന് എത്ര രൂപയാണ് നൽകിയിട്ടുള്ളതെന്ന് അറിയാം. അതായത് ഒരു ക്യൂബിക് മീറ്റർ എന്ന് പറയുന്നത് 2 ടൺ. 2 ടൺ വരും. ശരിക്കും ഈ സാൻഡ് ആവുമ്പോ വെള്ളത്തിന്റെ ഇനിയിപ്പോ ഏറ്റവും കുറഞ്ഞ എസ്റ്റിമേറ്റ് എടുത്താൽ 2 ടൺ. അപ്പൊ ഏകദേശം ആ 2.5 ക്യൂബിക് മീറ്റർ ഉണ്ടെങ്കിൽ ഒരു ടിപ്പർ നിറച്ച് മണ്ണ് കയറി എന്നത് കണക്കൂടും. 2.5 ക്യൂബിക് മീറ്റർ ഉണ്ട്. 2.5 ക്യൂബിക് മീറ്റർ എത്ര രൂപയായി? 464 232. ഒന്ന് കൂട്ടിയെന്ന് പറയാം എത്രയായിരുന്നു? 464 ഗുണം 2 പ്ലസ് 232. ഒന്ന് പറഞ്ഞ എത്രയുണ്ട്? നിങ്ങളെല്ലാവരും മാക്സിമം എത്ര വീക്കാണ്. ഞാൻ വേറെ നമ്മൾ പറയുന്നതല്ല, നിങ്ങളെ കൊണ്ട് തന്നെ കൂട്ടിക്കാൻ വേണ്ട. 1200 രൂപ. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ നാട്ടിൽ മണ്ണടിക്കണേ എത്ര രൂപ? നിങ്ങളൊക്കെ ചെയ്യുന്നവരാണ്. നാട്ടിൽ ഒരു ടിപ്പറിൽ മണ്ണടിക്കണേ നിങ്ങൾ എത്ര രൂപ? 4000-5000 രൂപ കൊടുക്കണ്ടേ? വേണ്ടേ? അതാണ് ഈ 1200 രൂപ താഴെ ഈ കരിമണൽ ഒരു ടിപ്പർ മണ്ണ് പോകുമ്പോൾ. ഇനി രണ്ടാമത് കിടക്കേണ്ട അവിടെ ഈ സാധാരണ ആളുകൾ ചിലര് ചാക്കിൽ കെട്ടി മണ്ണ് വിൽക്കുന്നുണ്ട്. ചാക്കിൽ കെട്ടി നിയമവിരുദ്ധമായിട്ട് അവർ ഈ കുട്ടിച്ചാക്കില് മണ്ണ് വെറുതെ രാത്രി വന്ന് ആ മണൽ മേടിച്ചത് ആളാണ്. ആ കുട്ടിച്ചാക്കില് വരുന്ന 35 കിലോയ്ക്ക് 200 രൂപ, 40 കിലോ വരും കൂടിക്കും, 200 രൂപയ്ക്കാണ് ബ്ലാക്കിൽ എടുത്തോളൂ. എത്ര രൂപയുടെ ഡിഫറൻസ് ഉണ്ടെന്ന് നിങ്ങൾ കണക്ക്. ലക്ഷക്കണക്കിന് ടൺ മണ്ണാണ് തോട്ടപ്പള്ളിയിൽ നീക്കം ചെയ്തത്.
ഈ കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി, ഇവിടെ പെൻഷൻ കൊടുക്കാൻ പൈസയില്ല, സപ്ലൈകോയില് സബ്സിഡി കൊടുക്കാൻ പൈസയില്ല, കാരുണ്യ പദ്ധതിക്ക് കൊടുക്കാൻ പൈസയില്ല എന്ന് പറയുന്ന സർക്കാർ ഈ ഇടപാടിൽ ഈ സംസ്ഥാനത്തിന് നഷ്ടമാക്കിയത് കോടാനുകോടി, തൗസൻഡ്സ് ഓഫ് ക്രോർസ് ഓഫ് റുപ്പീസ്. ഞാൻ ഇതുവരെ എത്ര ടൺ മണ്ണ് നീക്കം ചെയ്തുവെന്ന് ഔദ്യോഗികമായി ചോദിച്ചിട്ട് ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ല. അനൌദ്യോഗികമായി അവിടെയുള്ള കരിമണൽ കമ്പനി അല്ലെങ്കിൽ ഈ കരിമണൽ നീക്കം ചെയ്യുന്നതിന് സമരം ചെയ്യുന്നവർ പറയുന്നത് 50 ലക്ഷം മെട്രിക് ടണ്ണിലേറെ മണ്ണവിടെ നിന്ന് നീക്കം ചെയ്തു. യു ക്യാൻ ഡു യുവർ കാൽക്കുലേഷൻ, യു ജസ്റ്റ് കാൽക്കുലേറ്റ് ഇറ്റ്. സ്വാഭാവികമായിട്ടും അന്നേരം നിങ്ങൾക്ക് മനസ്സിലാവും ദ വോളിയം ഓഫ് മണി വി ലോസ്റ്റ്, അല്ലെങ്കിൽ സംസ്ഥാനത്തിന് നഷ്ടമായ ആ തുകയുടെ വലിപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. കരിമണൽ അഴിമതിയുടെ പാർട്ട് 2 ആണ് ഞാൻ കൊടുക്കുന്നത്. I hope it is clear.